ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അങ്ങനെ എല്ലാവരും റിക്വസ്റ്റ് പ്രകാരം അതേപോലെ എല്ലാവരും മെസ്സേജ് കാര്യങ്ങളൊക്കെ ഫുൾ ഇതായിരുന്നു. ഇത്ത PG ടൂർ ചെയ്യോ, അഷിയെ PG ടൂർ ചെയ്യോ, ഇവിടെ വരാൻ ഇനി പഠിക്കാൻ വരാൻ താല്പര്യമുള്ളവർക്കടക്കം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളെ PG ടൂറാണ്. ഞങ്ങളെ PGൻ്റെ പേരെന്താ വെച്ചാൽ പോയിന്റ് ലിവിങ് ആണ്. പോയിന്റ് ലിവിങ് ബോയ്സിൻ്റെ ഉണ്ട്, ഗേൾസിൻ്റെ ഉണ്ട്. ബോയ്സിൻ്റെ പറയുന്നത് നമ്മളെ കോളേജിന് 5-6 ഗേറ്റ് ഉണ്ട്. അതിൽ 3rd ഗേറ്റിൻ്റെ 4th ഗേറ്റിൻ്റെ ഭാഗത്തായിട്ടാണ് പോയിന്റ് ലിവിങ് ബോയ്സിൻ്റെ. ഓക്കെ, പിന്നെ പോയിന്റ് ലിവിങ് ഗേൾസിൻ്റെ പറയുന്നത് ഗേറ്റ് നമ്പർ 1 മെയിൻ ഗേറ്റിൻ്റെ അവിടെ ഇരുത്താം. അപ്പോൾ അതാണ് നമ്മളെ PGൻ്റെ പേര് പോയിന്റ് ലിവിങ്. അപ്പോൾ ഇന്നൊരു PG ടൂറായിട്ടാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. നമ്മളെ PGൻ്റെ A to Z എല്ലാ കാര്യങ്ങളും കാണിച്ചത്. അതൊക്കെ നമ്മളെ PGൻ്റെ താത്തമാരും അതേപോലെ ചേച്ചിമാരും നമ്മളെ സെയിം ജൂനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ്. അപ്പോൾ ഓക്കെ, എന്തായാലും നമുക്ക് PGൻ്റെ ഉള്ളിലോട്ട് എടുക്കാം. ആദ്യം നിങ്ങൾ PGൻ്റെ ഒരു ഔട്ടായിട്ടുള്ള ഒരു വ്യൂ ആണ്. ഇതാണ് കേട്ടോ നമ്മളെ PGൻ്റെ ഒരു പുറത്തുള്ളൊരു വ്യൂ. നമ്മളെ PG ആണ്. ഈ ഓറഞ്ചും മഞ്ഞയും ബ്രൗണിഷ് കളറിലുള്ള ഒരു ബിൽഡിങ്. ഇതാണ് കേട്ടോ നമ്മളെ ഗേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. അത് നമ്മളെ ഇവിടുത്തെ മാനേജറിൻ്റെ അങ്ങനെ ആരോ റൂമാണ് ഗേൾസിൻ്റെ. അപ്പോൾ ഇതാണ് നമ്മളെ PG. 5 ഫ്ലോർ ഉണ്ട്. മുകളിലത്തെ തട്ട് പറയുന്നത് ടെറസാണ്. അപ്പോൾ ഒക്കെ കാണിച്ചു തരാം. നമുക്ക് ഉള്ളിലേക്ക് പോവാട്ടോ. നമുക്ക് ഉള്ളിലേക്ക് പോവാം. പൂട്ടേണ്ടിയിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറാണ്. ഫസ്റ്റ് ഫ്ലോറിലാണെങ്കിൽ ഇവിടെ ആരൊക്കെ ബൈക്കൊക്കെ നിർത്തിയിട്ടുണ്ട്. പിന്നെ അതേപോലെ നമുക്ക് വെള്ളം കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുപ്പി കൊടുത്തതാണ് ഇവിടെ വെച്ചിട്ടാണ് നടക്കാവുന്നത്. അവിടെ നമ്മുടെ സീനിയേഴ്സൊക്കെ കുപ്പി വെച്ച് പോയിട്ടുണ്ട്. ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് വെള്ളം നിറച്ച് പോരും. നമ്മുടെ ബാഗോട് വെച്ച് കൊടുക്കണം. ക്ലാസ് കഴിഞ്ഞ് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ പോകുന്ന കഴിഞ്ഞിരുന്നു. ഇത് നമ്മളെ ജസ്റ്റ് വാർഡിൻ്റെ റൂമാണ്. അവിടെ ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല, ലൈക്ക് വാർഡിൻ്റെ റൂമ്. അപ്പോൾ അങ്ങനെയാണ് ഇത് ഫസ്റ്റത്തെ ആ ഒരു ഗ്രൗണ്ട് ആയിട്ടുള്ള ഫ്ലോർ ഇങ്ങനെയാണ്. ഇനി നമ്മളെ റൂമിൽ കേട്ടാൽ പോണത് ഇവിടെ 2nd ഫ്ലോർ 3rd ഫ്ലോർ 4th ഫ്ലോർ ഒക്കെ ഉണ്ടാവും. ഇനി നമ്മൾ പോകുന്നത് 5th ഫ്ലോറിലാണ്. ഒരു 65 സ്റ്റെപ്പ് ഉണ്ട് കയറാൻ. ഓക്കെ, അപ്പോൾ ഓക്കെ ഗൈസ്, ഇത് നമ്മളെ PGൻ്റെ 3rd ഫ്ലോറിലുള്ള വ്യൂ ആട്ടാ. അടിപൊളി വ്യൂ. അപ്പോൾ നമ്മൾ ഫ്ലോറിലെത്തിയിട്ടുണ്ട്. വാ, അയ്യോ നല്ല കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, ഇതാണ് 5th ഫ്ലോറ്. അല്ല സോറി 4th അല്ലേ, അത് അപ്പുറത്തെ ബിൽഡിംഗ് ആയിരുന്നു കേട്ടോ. ഇതാണ് 4th ഫ്ലോറ്. ഇതിൻ്റെ മുകൾക്ക് ടെറസാണ്. അതിവിടെ പോയിട്ട് കാണിച്ചു തരാം. ഇതാട്ടോ നമ്മുടെ റൂം 310. ഗൈസ് കം ഓൺ, നമ്മുടെ PGയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് കം 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 കം. അപ്പം നമ്മൾ വരുമ്പോൾ തന്നെ ഇതാണ് കേട്ടോ നമ്മൾ ആ ഹോള് ഇരിക്കുന്നത്. ഹോള് പറഞ്ഞാൽ ഫാനുണ്ട്, ലൈറ്റ്സ് ഉണ്ട് പറഞ്ഞ പോലെ. ഇത് ശരിക്കും നമ്മളതല്ല ഈ സംഭവം. ഇത് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ചെറിയൊരു ഇത് പറഞ്ഞുതരാം. നമ്മളൊരു ഫ്ലാറ്റ് മീൻസ് ഒരു അപ്പാർട്ട്മെന്റ് പോലെ എടുത്തിക്കാണ്. ശരിക്കും ഇത് 1 ഷെയറിങ് 2 ഷെയറിങ് 3 ഷെയറിങ് 4 ഷെയറിങ് ഒക്കെ പോലുണ്ട്. പക്ഷേ ഈ ഒരു സംഭവം എന്ന് പറയുന്നത്, ഈ ഒരു അപ്പാർട്ട്മെന്റ് പറയുന്നത് എന്താ പറയുക, 5 ഷെയറിങ് ഒക്കെ പോകും. പക്ഷെ നമ്മൾ 4 ആൾക്കാരും ഇത് മൊത്തത്തിൽ അങ്ങോട്ട് എടുത്തിക്കണം. ഓക്കെ, അതാണ് സംഭവം. അതുകൊണ്ട് നമ്മൾ വന്നപ്പോൾ ഈ ആലമാർ അന്ന് ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നതാണ്. പക്ഷെ ഇതുവരെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടില്ല. അപ്പം നമ്മൾ ആദ്യമൊക്കെ നമ്മളെ ഷൂറാക്കാക്കി. പിന്നെ നമ്മൾ മോശമല്ലേ ആലമാറിനുള്ള ഒരു സാധനം ഒക്കെ. ഇതിലൊന്നുമില്ല പ്രത്യേകിച്ച്. നമ്മളെ തേക്കണ അയൺ ബോക്സ് ഉണ്ട്. പിന്നെ അതേപോലെ അതിൻ്റെ എന്തോ ഒരു ഷൂ ഉണ്ട്, വേറെ ഒന്നുമില്ല. പിന്നെ എൻ്റെ ഷൂ ആണ് വെച്ചിക്കണേ. അത് വൃത്തിയില്ലാത്തതുകൊണ്ടല്ല സംഭവം, നമ്മൾ ഇട്ട് വന്ന് കഴിഞ്ഞാണ്ട് അങ്ങനെ വെച്ചതാണ്. ഓക്കെ, പിന്നെ ഇങ്ങനെ വന്ന് കഴിഞ്ഞിട്ട് നമ്മളെ പുറത്തുള്ള കാഴ്ചയും കാര്യങ്ങളൊക്കെ കാണാം. ബാ കം പുറത്തുള്ള കാര്യങ്ങളും. ഒരു രാത്രി ആകുമ്പോൾ നമുക്ക് നല്ലൊരു കാറ്റ് കിട്ടണം. ഫാൻ ഇടാൻ തന്നെ നല്ലൊരു കാറ്റുണ്ടാവുമല്ലോ പ്രകൃതിരമയമായിട്ടില്ലേ, അതെ. പിന്നെ നമ്മളെ വീട്ടിലൊക്കെ സോഫ സെറ്റ് കാരണം, പക്ഷെ ഇവിടെ നമ്മൾ കട്ടിൽ വെച്ചിരിക്കുന്ന ഒരു സോഫ പോലെ ആക്കി വെച്ചിരിക്കുകയാണ്. സത്യം പറഞ്ഞാല് ഇതൊരു ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. നമ്മള് ഇവിടെ ഹോളിലൊക്കെ വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിലും ഒന്ന് വെറുതെ ഇരുന്ന് സംസാരിക്കണം ഒക്കെ ഇത് അടിപൊളിയാണ്. അപ്പൊ അങ്ങനെ കഴിഞ്ഞേക്കിനാണ് മാസ്റ്റർ ബെഡ്റൂം. ഇന്ത്യ ഹലന്തി റൂം. ഞങ്ങൾ രണ്ടാളും BCA, അതേപോലെ പിന്നെ റനി ഹിബി BBA ആണ്. അപ്പോൾ ഒരിക്കൽ പഠിക്കണത് സെയിം ആണ്, ഞങ്ങൾ പഠിക്കണ സെയിം ആണ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഒന്നാക്കി, രണ്ടാളും ഒന്നാക്കി. ഓക്കെ, കം.
അപ്പൊ ഇതാട്ടോ നമ്മളെ റൂം പറഞ്ഞാല് ഇത് ഹലന്റെ കട്ടില, അതേപോലെ ഇത് ഇന്റെ കട്ടില. ഓക്കെ, വൃത്തിയൊക്കെ കുറച്ചൊക്കെ ഉണ്ട്, കുറെ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും. പിന്നെ ഇതാ നമ്മളെ ഇതാട്ടോ, സത്യം പറഞ്ഞാൽ ഇതൊരു മേച്ച് കളർ ഒരു സാധനം കാണിച്ചതാ, സ്റ്റഡി ടേബിൾ ആട്ടാ. ഇത് ഇങ്ങനെയാണ്, ഇങ്ങനെ ഇതേപോലെ ഇതും വരും സ്റ്റഡി ടേബിൾ. നമ്മളെ ചെയർ ഇട്ടുകൊണ്ട് പഠിക്കാനുള്ള സംഭവമൊക്കെ ഇവിടെ നിന്ന് തന്നെ ഇരുന്ന് പഠിക്കല്. ഓക്കെ, അപ്പൊ അതങ്ങനെയാണ്. നമ്മളെ ബുക്ക് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ 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 അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ ബാഗ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് ഞാൻ നമ്മളെ ഇതിന്റെ നമ്മൾക്ക് 2 ഭാഗങ്ങളാണ് ഉള്ളത്. ഇത് എന്താപ്പോ ഹലന്റെ സെക്ഷന്, ഇതിന്റെ സെക്ഷന് കണ്ടാൽ തന്നെ മനസ്സിലായിരിക്കും കൂടുതൽ വൃത്തിയായിരിക്ക ഗായ്സ് ഹലക്ക്. അപ്പോ ഓള് ഫുള്ള് അടക്കിലും ചിട്ടിയിലൊക്കെ ഇങ്ങനെ ഒതുക്കി വെച്ചിക്കണേ. ഞാൻ കുഴപ്പമില്ലാത്ത രീതിയിൽ വെച്ചിക്കണേ, അതിന് മാത്രം സെറ്റ് ഒന്നുമല്ല. അപ്പൊ അതാണ് നമ്മളെ അലമാര. നമ്മൾ 2 ഡ്രസ്സും അതേപോലെ വെച്ചിട്ടുണ്ട്. സംഭവം കുറച്ച് സ്പേസ് ഇതുണ്ട്, പക്ഷെ നമുക്ക് അഡ്ജസ്റ്റ് ആക്കാം, അത്രേ ഉള്ളൂ. പിന്നെ നമ്മളെ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊടുന്ന ആ സാധനമൊക്കെ കാണിച്ചിട്ടുണ്ട്. നമ്മള് ഇതൊക്കെ കൊടുത്തില്ലേ, ട്രോളിയൊക്കെ കൊടുത്തില്ലേ, ട്രോളിയൊക്കെ അതാ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ നമ്മളെ ലാപ്പിന്റെ കവറും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിരിക്കുന്ന സ്ഥലമല്ലായിട്ട്. പിന്നെ അതേപോലെ നമുക്ക് ഇവിടെ കുറച്ച് ഹാങ്ങേഴ്സ് ഒക്കെ ഉണ്ട്, നമ്മൾ ഇട്ട ഡ്രസ്സ് ഇതാക്കാൻ ഇടാനൊക്കെ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഈ റൂമിന്റെ ഒരു അവസ്ഥ. മാഷാ അല്ലാഹ് സെറ്റാണ്, അൽഹംദുലില്ലാഹ്. ഇനി നമ്മള് മേലെ പോണത് നമ്മളെ എന്താ പറയാ, ഹിബന്റെ റനിന്റെ ബീവിയേക്കാളും നോക്കാൻ ഓരോന്ന് പറയുന്നത് മിക്സ്ഡ് ആയിട്ടുള്ള ബാത്റൂമും അതേപോലെ റൂമും കൂടെയാണ്, മിക്സ് ആണ്. അപ്പോൾ ഇതാണ് ഓരോ റൂം. ഇത് റന ഇല്ലിയാസിന്റെ ബെഡ്, അതേപോലെ ഇത് എന്താ ഹിബത്തിന്റെ ബെഡ്. രണ്ടോക്കരും പുള്ളി ടീംസ് ആണ്, പുള്ളികളാണ്. പിന്നെ അതേപോലെ തന്നെ ഓൽക്കൊണ്ട് ഇതേപോലെ ടാബിള് കാര്യങ്ങളൊക്കെ അതൊന്നും തുറക്കണില്ല. പിന്നെ അതേപോലെ ഓല് കുറച്ചും കൂടെ വലിയ സംഭവമാട്ടാ, ഡ്രസ്സ് ഒതുക്കിങ്ങാണെന്നല്ല വെച്ചിട്ട് അവര് വലിയ അത്യാവശ്യത്തിന് ഞങ്ങളെക്കാളും വീതി ഉണ്ട് ഓലെ ഇത് കാണാൻ കാണിച്ചു കൊടുത്ത്. അത്യാവശ്യത്തിൽ കൂടുതൽ നല്ല വീതി ഉണ്ട്. ഓക്കെ, നമ്മൾക്ക് കുറച്ച് വീതി കുറവാണ്, സീനില്ല. അങ്ങനെ അതാണ് ബെഡ്റൂം. പിന്നെ നമ്മള് വരുന്നത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം ആട്ടോ. പോലെ ഇതാണ് നമ്മളെ ബാത്റൂം. ഓക്കെ, കണ്ടില്ലേ? പിന്നെ എന്താ അങ്ങനെ പോകുന്ന കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോണത് ഞാനും ഹല യൂസ് ചെയ്യണ ബാത്റൂം. അത് രണ്ടും ഒരു യൂസ് ചെയ്യും. ഞാനും ഹല യൂസ് ചെയ്യണ ബാത്റൂം ഇതാണ്, ഞങ്ങൾ യൂസ് ആക്കുന്ന ബാത്റൂം. ഓക്കെ, അത്യാവശ്യത്തിന് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള നല്ല ബാത്റൂമാണ്. പിന്നെ നമ്മളെന്താ ഈ റൂം എടുക്കാൻ കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കും, ഒന്നുമല്ല, എനിക്കും ഹലക്കും താല്പര്യമല്ല റൂമിൽ ബാത്റൂം ഉണ്ടാവണം. കാരണം നമ്മൾ 2 പേര് യൂസ് ആക്കണമല്ലോ, അപ്പോൾ നമുക്ക് കുറച്ച് വൃത്തിൻ്റെ ഒരു കുറവുണ്ടാവും ഒന്ന് നിസ്കരിക്കണം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ. അതുകൊണ്ട് നമ്മൾ അങ്ങനെ എടുത്തത്. ഇപ്പോൾ ഓല് ഇവിടെ ആണെന്നുണ്ടെങ്കിലും നിസ്കാരം കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്നും കൂടെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന റൂം അതാണ്. ഓക്കെ, പിന്നെ നേരെ വന്നിട്ട് നമ്മളെല്ലാവരുടെയും പ്രിയപ്പെട്ട സംഭവം എന്ത്, കിച്ചണിൽ എന്താ വെച്ചാൽ ബേക്കറി കാര്യങ്ങളൊക്കെ കൊടുന്നീന്, അതൊക്കെ ഏകദേശം കഴിയാനായിട്ടുണ്ട്. അതേപോലെ നമ്മള് കെറ്റില് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വെള്ളം നിറക്കുന്ന കുറെ ബോട്ടിൽസ് നമുക്ക് അത്യാവശ്യത്തിന് ഇവിടുന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന രീതിയിൽ കഴിക്കുമ്പോൾ ഇതാക്കാനുള്ള പ്ലേറ്റ് കാര്യങ്ങൾ. പിന്നെന്താ, പിന്നെ അതൊക്കെ നമ്മള് ഈ രാവിലെ നീച്ചിങ്ങാണ്ട് ഇനി അവിടുന്ന് കൊടുന്ന് ഇവിടെ വെക്കേണ്ട രീതിക്ക് ഇവിടെ തന്നെ വെക്കലാണ്. അത്യാവശ്യത്തിന് ഇടാനുള്ള മേക്കപ്പ് കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ വരുന്നത് നമ്മളെ ഇതേപോലെ ഇവിടെ ഷൂ വെച്ചിരിക്കണ. ഇപ്പൊ വരി ഇത് നാളെ കൊടുക്കുന്ന ബേക്കറിയാണ്. നമ്മൾ ഓരോന്നും എടുക്കല്ലോ, ഒന്നായിട്ട് എടുത്ത് വെക്കലല്ലോ ഉറുമ്പ് വരുന്നോണ്ട്. ഇതുപോലെ ഷൂ വെച്ചിരിക്കാണ്. പിന്നെതാ ഇതാണ് മെയിൻ സംഭവം. ഓക്കെ, ഇത് ജസ്റ്റ് കാണുന്നുണ്ടോ? ഇത് നമ്മളെ വാഷ് ബേസ്, എന്താ പല്ലൊക്കെ തേക്കാൻ, അങ്ങനെ ചെറിയ ചെറിയ കാര്യത്തിന്. പിന്നെ നമ്മളെ ഡ്രസ്സൊക്കെ തിരുമ്പിടുന്നതൊക്കെ ഇവിടെ വെക്കാനുള്ളത്. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ ഇനി അങ്ങോട്ട് പോയിട്ട് എന്താ വെച്ചാൽ ഒന്നുമില്ല. ഇനി നമ്മള് നേരെ പോണത് എവിടേക്ക് ചോദിച്ചാൽ ടെറസിന്റെ മുകൾക്ക് പോയി നോക്കാം. ടെറസും കൂടെ കാണിച്ചാല് നമുക്ക് പിന്നെ ഒരു കാര്യം, ഫ്രിഡ്ജ് ഉണ്ട് കേട്ടോ. ഫ്രിഡ്ജ് നമ്മള് പുതിയത് ഓർഡർ ആക്കിക്കാണ് നമുക്കില്ലത്. നമ്മൾ വന്നപ്പോ ലൈക്ക് ഇവിടെ വാർഡന് ഇതിന്റെ പീച്ചിന്റെ ഓണർ. കാരണം നമ്മൾ വന്നപ്പോൾ നമ്മളെ ഫ്രിഡ്ജ് സീനിയേഴ്സ് ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ ഫ്രിഡ്ജ് കിടന്നപ്പോൾ കൊടുത്ത്. അപ്പൊ പിന്നെ നമുക്ക് എന്തായാലും പുതിയത് വാങ്ങാറുണ്ട്. അപ്പോൾ അതൊരു വാങ്ങിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മൾ വന്നിട്ട് ഇപ്പോൾ
1 മാസം ആവാനായി അല്ലേ. അപ്പോൾ ഓക്കെ, അതാണ് നമ്മൾ ഇവിടുത്തത്. ഇനി എന്തായാലും നമുക്ക് ടെറസിന്റെ മുകളിൽ പോയിട്ട് കാണാം. ഓക്കെ, അപ്പൊ നമ്മളെ റൂമിന്റെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ പോണത് നമ്മൾ തിരുമ്പിങ്ങാണ്ട് അലക്കിങ്ങാണ്ട് ഇടുന്ന ഡ്രസ്സ്, അതേപോലെ നമ്മൾ എങ്ങനെ അലക്കണത് എങ്ങനെ ഇതാക്കണത് എന്നൊക്കെ കാണാനാണ്. ഓക്കെ, വരും. ഗായ്സ്, ഇതാട്ടോ നമ്മളെ ടെറസ് പറയുന്നത്. കമോൺ, ഇവിടെ 2 റൂമുണ്ട്. ഇവിടെ വേറെ 2 റൂമുണ്ട്, പക്ഷെ സീരീസാണ്. ഓക്കെ, അതാണ് നമ്മൾ ഇതാക്കണ തിരുമ്പണ വാഷിംഗ് മെഷീൻ. 1 2 3 രണ്ടും കിടന്നിക്കാണ് തോന്നുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ നിലവിൽ വർക്ക് ചെയ്യുന്നത്. നമ്മൾ ശരിക്കും ഇത്രയും ആൾക്കാരെ തിരുമ്പണം, നമ്മളെല്ലാവരും ഒരു സമയത്തും തിരുമ്പില്ല. അപ്പോൾ അത്യാവശ്യത്തിന് നമ്മൾ വരുമ്പോൾ തിരക്കൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ എന്താണ് നമ്മളെ സാധാ വാഷിംഗ് മെഷീന്. അതേപോലെ നമ്മൾ പുതിയ ഡ്രസ്സൊക്കെ അലക്കണം എന്നുണ്ടെങ്കിൽ മെഷീനിലിട്ടാൽ നിരക്കണവർക്ക് ഇതാ കല്ല്, 2 പൈപ്പ്, പിന്നെ ഇതാ നമ്മൾ തോരയിടുന്ന സ്ഥലം. ഓക്കെ, പിന്നെ നമ്മളെ മറ്റേ ബാൽക്കണീൻ്റെ ടെറസിൻ്റെ വ്യൂ ആക്കിയിട്ടാണ്. അമേസിങ്. കാണുന്നുണ്ടോയെന്ന് അറിയില്ല, നല്ല വെയിലുണ്ട്. എന്തായാലും സെറ്റാണ്. ഓക്കെ ഗൈസ്, ഇതൊക്കെയാണ് നമ്മളെ പീജിൻ്റെ അവസ്ഥ. പീജിൻ്റെ ടൂറ്, റൂം, കാര്യങ്ങൾ. നല്ല വെയിലടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇനി ഇതിനെക്കുറിച്ചും കണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയാനും അതേപോലെ ഇനി നിങ്ങൾക്ക് ഇവിടെ വരുന്നവർക്ക് ലിവിങ് എന്ന് പറഞ്ഞ PG എടുക്കാനാണെന്നുണ്ടെങ്കിലും നോക്കാനാണെന്നുണ്ടെങ്കിലും ഞാൻ ഒരു നമ്പർ താഴെ കൊടുക്കുക. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒരു പറഞ്ഞു തരും. അതേപോലെ തന്നെ ഇതൊരു പ്രമോഷൻ എന്നല്ല, ഞാൻ നിൽക്കണ PG ആയതുകൊണ്ട് കുറേ ആൾക്കാർ ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഒരു PG ടൂർ ചെയ്തത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID താഴെ കൊടുക്കുക. അതിൽ മെസ്സേജ് ആക്കിയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കണ ഇവിടുന്ന് പലർക്കും പല ഡൗട്ടുണ്ട്. നമ്മൾ ഈ പോയിന്റ് ലിവിങ്ങിൻ്റെ തന്നെ മെസ്സുണ്ട്, അത് കുറച്ച് അപ്പുറത്താണ്. ആ മെസ്സിൻ്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തുതരാം. കാരണം അത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ മാത്രമുള്ള ഒരു മെസ്സും അത്രമാത്രം നല്ല ഫുഡും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ അത് ഞാനൊരു സെപ്പറേറ്റ് ആയിട്ട് ഒരു ദിവസം വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് ജസ്റ്റ് റൂം, PG, അതേപോലെ നമ്മൾ അലക്കണ കാര്യങ്ങൾ മറിച്ചതൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ എല്ലാവരും മറ്റേ ഷെയറിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായി ചെയ്ത് കൊടുക്കട്ടെ, എല്ലാവരും നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് കാണാൻ. അപ്പോൾ ഓക്കെ, എന്തായാലും അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.